ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഉയർപ്പിന് ശേഷമുള്ള ആദ്യത്തെ ഞായർ പുതു ഞായറാഴ്ചയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ഞായറാഴ്ചയുടെ വിശുദ്ധ ധ്യാനങ്ങൾ മുഴുവൻ സഭ ക്രമീകരിച്ചിരിക്കുന്നത് യുവാക്കളുമായി ബന്ധപ്പെട്ട ചിന്തയിലാണ്. യോസേഫിനെയും യിരെമ്യാവിനെയും യെശയ്യാവിനെയും തോമാസ് ശ്ലീഹായും ഒക്കെ ഈ വേദഭാഗത്ത് വരച്ചു കാട്ടുന്നത് വളരെ അനുഗ്രഹപ്രദമായി യുവത്വം ചിലവഴിച്ച് തങ്ങളുടെ പ്രതിസന്ധികളോട് പോരാടി വിജയം നേടിയ ചിലരുടെ ചിത്രങ്ങൾ ആയിക്കൂടിയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായത്തിൽ യോസേഫ് എന്ന ചെറുപ്പക്കാരന്റെ പ്രതിസന്ധികൾക്ക് അവസാനം പ്രത്യേകമായി വിശുദ്ധ വേദപുസ്തകം വരച്ചു കാട്ടുന്നുണ്ട്. അവിടെ 46 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യോസേഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. പ്രതിസന്ധികളുടെ യൗവനം പ്രതീക്ഷയോടെ ദർശിച്ച യോസേഫിനെയാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. തൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സഹോദരന്മാർ കുറേയേറെ ഉണ്ടായിട്ടും വളരെയേറെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ, ഒരുപക്ഷെ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ ഒരു ചെറുപ്പക്കാരനാണ് വേദപുസ്തകത്തിലെ യോസേഫ്. സഹോദരന്മാർ തള്ളിക്കളയുന്നു, പൊട്ടക്കിണറ്റിലായി പോകുന്നു, അവിടെ നിന്ന് അടിമയായി വിൽക്കപ്പെടുന്നു, അവിടെയും നന്മ ചെയ്തിട്ട് വീണ്ടും അവൻ കാരാഗ്രഹത്തിലൊക്കെ കടന്നു ചെല്ലുന്നുണ്ട്. അവിടെയൊക്കെ വേദപുസ്തകം പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ജീവിതത്തിൽ ആ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയപ്പോഴൊക്കെ തമ്പുരാൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ആ വേദഭാഗം പ്രത്യേകമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഈ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാം. ഒരുപക്ഷെ ദൈവത്തെ മറന്ന് നമ്മൾ പോകുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ യോസേഫിന്റെ ജീവിതം നോക്കുമ്പോൾ അവൻ രാജകൊട്ടാരത്തിലായിരിക്കുമ്പോഴും അവൻ കാരാഗ്രഹത്തിലാകുമ്പോഴും അവൻ പൊട്ടക്കിണറാകുമ്പോഴും ദൈവ സാന്നിധ്യ ബോധത്തിൽ നിന്ന് അകലുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യവും ആസക്തികളും തെറ്റായ കൂട്ടുകെട്ടുകളും ഒക്കെ നമ്മുടെ ചങ്ങാതികളായി തീരുന്ന കാലഘട്ടത്തിൽ യോസേഫ് നമുക്ക് ഒരു മാതൃകയാണ്. ജീവിതത്തിൽ വേദനകളും ജീവിതത്തിൽ പരാജയങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ആ പരാജയത്തിൽ നിരാശപ്പെട്ടു പോകരുത്, മറിച്ച് ആ വേദനകളെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കണമെന്ന് കൂടി ഈ വേദഭാഗം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്ത് നാം തന്നെ ചോദിക്കാറുണ്ട്, ദൈവം കൂടി ഉണ്ടായിട്ടും എന്താണ് പ്രതിസന്ധികൾ എന്ന്. പ്രതിസന്ധികൾക്ക് അപ്പുറമായ പ്രതീക്ഷകളാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. വീണ്ടും യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തമ്പുരാൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ശുഭകരമായിട്ടുള്ള വാക്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. 1 അധ്യായം 4 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ യിരെമ്യാവ് പറയുന്നുണ്ട്, ഞാൻ ബാലനാണ്, എനിക്ക് വലിയ കഴിവില്ല, മിടുക്കില്ല, സംസാരിക്കുവാനുള്ള കഴിവൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ യഹോവയായ ദൈവം കൈനീട്ടി അവന്റെ വായെ തൊടുന്നതായിട്ടാണ് തിരുവചനത്തിൽ പറയുന്നത്. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു എന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. തമ്പുരാൻ തൊട്ടനുഗ്രഹിച്ച ഒരു ജീവിതമായി യിരെമ്യാവ് മാറുകയാണ്. തമ്പുരാൻ തൊട്ടനുഗ്രഹിച്ച ജീവിതമായിട്ടും വീണ്ടും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായമൊക്കെ വരുമ്പോൾ സിദെക്കിയാവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു വലിയ കുഴിയുണ്ടാക്കി ആ കുഴിയിൽ കഴുത്തോളം ചെളിയിൽ ആയി പൂട്ടപ്പെട്ട് കിടക്കുന്ന യിരെമ്യാവിനെ തിരുവചനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വേദനകൾ അവിടെയും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ വേദനകൾക്ക് അപ്പുറമായ ഒരു ദൈവിക കൃപയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ എപ്പോഴും കാണണമെന്നില്ല. പ്രതികൂലതകൾ ഒത്തിരിയൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ പ്രതികൂലതകൾക്ക് മുമ്പിൽ പകച്ചു പോകാതെ, പരാജയപ്പെട്ടു പോകാതെ ഒരു പോരാളിയായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമാകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം കോലഞ്ചേരി MOSC കോളേജിലെ ഡോക്ടർ രഹഫത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചിൻ്റെ ഒരു ചെറിയ സന്ദേശം കേൾക്കുകയുണ്ടായി.
അവൾ പറഞ്ഞത് പ്രതിസന്ധികളെ പറ്റിയാണ്. അതിന് പറഞ്ഞ കഥ വളരെ രസകരമുള്ളതാണ്. ചൂടുവെള്ളത്തിൽ വീഴുന്ന ഉരുളക്കിഴങ്ങും മുട്ടയും ചായപ്പൊടിയും കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി മൃദുവാകുന്നു, മുട്ട കുറച്ചുകൂടി കട്ടിയുള്ളതാകുന്നു. പക്ഷേ ചായപ്പൊടി ഈ തിളച്ച വെള്ളത്തിൽ കിടന്ന് ആ ചൂടുവെള്ളത്തെ തന്നെ രൂപാന്തരപ്പെടുത്തി രുചിയും മണവും ഒക്കെ ഉന്മേഷം നൽകുന്ന ഒരു ചായയായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ തകർക്കുവാനല്ല, മറിച്ച് പ്രതിസന്ധിയെ കൂടി രൂപാന്തരപ്പെടുത്തുവാനാണ് നമ്മുടെ വിളിയെന്ന് മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ പ്രതിസന്ധികളാണല്ലോ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ വക്കീലിനെ രാഷ്ട്രപിതാവാക്കുന്നത്. അതേ പ്രതിസന്ധിയാണല്ലോ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കുന്നത്. അതേ പ്രതിസന്ധിയാണല്ലോ അബ്ദുൽ കലാം എന്ന് പറയുന്ന പത്രവിൽപ്പനക്കാരനായ പയ്യനെ രാഷ്ട്രപതി എന്ന വലിയ സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നത്. ദാനിയേലിനെ വിശ്വാസവീരനാക്കുന്നതും ഇയ്യോബിനെ തൻ്റെ ജീവിതത്തിൽ മഹാപരിശുദ്ധനാക്കുന്നതും പരിശുദ്ധനായ പരിമല തിരുമേനിയെയും അൽഫോൺസാമയെയും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും ഒക്കെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ പോരാടി എന്നത് തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അത് നമ്മുടെ യുവത്വത്തെ തകർക്കുകയല്ല, മറിച്ച് യുവത്വത്തെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും സഭാപ്രസംഗിയുടെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ ഈ യൗവനത്തിൻ്റെ എല്ലാ തിന്മയിൽ കൂടി കടന്നു പോകുന്ന ശലോമോന്റെ ജീവിതത്തിന്റെ അന്ത്യം അവൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം തെറ്റുകളാണ്, എല്ലാം മായയായിപ്പോയെന്ന്. എന്നിട്ട് വീണ്ടും അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരും, എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന കാലം വരും. അന്ന് ബലവാന്മാർ ബലമില്ലാത്തവരാകും, അവർ കുനിഞ്ഞു പോകും. പാട്ടുകാരത്തികൾ തളരും, കയറ്റത്തെ പേടിക്കും, വഴികളിലൊക്കെ വിലാപം ഉയരും, രോഗത്തിന് മരുന്ന് ഫലിക്കാത്ത ഒരു കാലഘട്ടം വരും എന്നൊക്കെ പറയുകയാണ്. ഒരുപക്ഷെ വാർദ്ധക്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് അത് എന്ന് പറഞ്ഞാലും പുതിയ കാലഘട്ടത്തിന്റെ ചില സംഭവ വികാസങ്ങളിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ ഒരു വലിയ നിരാശയുടെ ഒരു നിലവിളിയൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വളരെ നിരാശയിലേക്ക് പോകുന്ന ഒത്തിരി ആൾക്കാരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നിരാശയ്ക്കപ്പുറമായി ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിക്കണമെന്നാണ്. ജീവിതത്തിൽ നിരാശപ്പെട്ടു പോയാൽ നിങ്ങൾ തളർന്നു പോകും. എന്നാൽ പ്രതീക്ഷയോടുകൂടി ഒരു പോരാട്ടക്കാരന്റെ ഒരു കരുത്തോടുകൂടി ജീവിതത്തെ നേരിടണമെന്നാണ് ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഭാപ്രസംഗി പറയുന്നത് പോലെ ഈ രോഗങ്ങളുടെ, പ്രതിസന്ധികളുടെ അല്ലെങ്കിൽ ബലം നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ വീണ്ടും പറയുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത് അവന്റെ കൽപ്പനകളെ ആചരിക്കുന്നതാണ് വലിയൊരു കാര്യമെന്ന് തന്നെയാണ്. ദൈവത്തിന്റെ കൽപ്പന എന്താണ്? നീ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കണമെന്നാണ്. സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളൻ എന്നാണ് തമ്പുരാൻ തിരുവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് മാനവ സേവ യഥാർത്ഥത്തിൽ മാധവസേനയാണെന്ന് തിരിച്ചറിയുക. സ്വാമി വിവേകാനന്ദൻ പറയുന്നത് പോലെ വർക്ക് ഈസ് വർഷിപ്പ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നല്ല പ്രവർത്തികളിൽ കൂടി ആകട്ടെ. വീണ്ടും പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മകളിൽ കൂടി പോകുന്ന ഒരു ഞായറാഴ്ച കൂടിയാണ് ഇത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇന്നത്തെ വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വേദഭാഗത്ത് ഒരുപക്ഷെ തമ്പുരാന്റെ കുരിശീകരണത്തിനൊക്കെ ശേഷം നിരാശരായി ഭയചകിതരായി ഭവനങ്ങളിലേക്ക് മാറിപ്പോകുന്ന ശിഷ്യന്മാരെയൊക്കെയാണ് കാണുന്നത്. അവരുടെ മുമ്പിലുണ്ടായിരുന്ന 2 കാര്യം സമമാണ്. 1 ഭയമാണ്, 2 നിരാശയാണ്. ഭയന്ന് നിരാശരായി കതകുകൾ അടച്ചു നിൽക്കുന്ന ആ ശിഷ്യന്മാരുടെ ആ ഭവനത്തിന്റെ അകത്തേക്ക് തമ്പുരാൻ കയറി വന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനമെന്ന്. ഈ സമാധാനമെന്ന് പറയുന്നത് അത് ലോകം തരുന്ന ഒരു സമാധാനമേ അല്ല എന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് കൂടി ഒരുപക്ഷെ തോമാസ് ശ്ലീഹായ്ക്ക് അത് കാണുവാൻ സാധിക്കാത്ത ദുഃഖം കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ തമ്പുരാൻ വീണ്ടും തോമാസ് ശ്ലീഹായെ പ്രത്യേകമായി വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ വിലാപ്പുറത്ത് നീ സ്പർശിച്ചു നോക്കുക, എൻ്റെ മുറിവുകളെ നീ ഒന്ന് തലോടുക എന്ന് പറയുകയാണ്. ആ മുറിവുകളിലേക്ക്, ആ തമ്പുരാന്റെ മുറിവുകൾ
മുറിവുകളിലേക്ക് തന്റെ വിരലുകളൊക്കെ ഇട്ടിട്ട് മാർത്തോമാ ശ്ലീഹ ആ വലിയ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ, മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്. ഒരു പക്ഷേ തമ്പുരാനിലെ ആ ദൈവീകത ആദ്യമായിട്ട് തിരിച്ചറിയുന്നതും പരിശുദ്ധനായ തോമാസ് ശ്ലീഹായാണ്. പ്രതിസന്ധികളുടെ, വേദനകളുടെ, നിരാശയുടെ, സാമ്പത്തിക തകർച്ചയുടെ, സാമൂഹിക തകർച്ചയുടെ, പരസ്പരം സംശയത്തോടുകൂടി നോക്കുന്നയൊക്കെ ഈ കാലഘട്ടത്തിൽ തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ തമ്പുരാനെ തൊട്ട് സമാധാനം നേടുകയാണ്. നമ്മുടെ ജീവിതത്തിലും ആ തമ്പുരാനിലെ മുറിവുകൾ, എൻ്റെ വേദനകൾക്കൊപ്പമുള്ള അതിനേക്കാൾ ഉപരിയായി തമ്പുരാൻ മുറിവുകൾ സഹിച്ചിട്ടുണ്ടെന്നുള്ള ആ വലിയ ബോധ്യം നമ്മുടെ വേദനകളിൽ വലിയ ആശ്വാസമാകട്ടെ. അതുകൊണ്ട് ആയുധങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ആയുധശക്തികളാണ് ലോകത്തിൻ്റെ ബലമെന്ന് കരുതിയവർ ഒരു പാരസെറ്റമോളിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന സമാധാനം പോലെയല്ല. ഒരുപക്ഷെ നമ്മുടെ ചിന്തകളിൽ വലിയ ആയുധശക്തിയോ വലിയ സമ്പത്തുള്ള രാജ്യങ്ങളോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ വരുതെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം തകർത്തിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ തിരുമുറിവുകൾ നമ്മളോട് പറയുന്നത് അതാണ്. എൻ്റെ സമാധാനം എന്ന് പറയുന്നത് ലോകം തരുന്നത് പോലെയല്ല. ക്രിസ്തുവിൻ്റെ തിരുമുറിവുകൾ നമ്മുടെ മുറിവുകളിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമാസ് ശ്ലീഹായുടെ ആ വിശ്വാസ ധൈര്യം നമ്മുടെ നാടിന് വെളിച്ചമാകട്ടെ. പുതുഞായറിലെ പുതുമഴ പോലെ അതിനേക്കാൾ അപ്പുറമായ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഗുരുവരേ